അച്ഛനെന്ത് കാണണമെന്ന് പറഞ്ഞ്? പറയാം. അവന്തിക കൂടി വരട്ടെ. അച്ഛാ, എന്താ വിളിപ്പിച്ചേ? നിങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് ഞാൻ പറയാം. മുന്നേ ഉപേക്ഷിച്ച, അല്ലെങ്കിൽ നമ്മളൊക്കെ മറന്നൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. സന്ദീപിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ സന്ദീപിൻ്റെയും അനഘയുടെയും വിവാഹക്കാര്യം. ഒന്നുകിൽ അത് തീർത്തു ഉപേക്ഷിച്ച് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം, അതല്ലെങ്കിൽ എത്രയും വേഗം അത് നടത്തി കൊടുക്കണം. അല്ല അച്ഛാ, വൈകുണ്ഠസ്വാമി പറഞ്ഞത്. അച്ഛൻ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ അർച്ചന. അച്ഛന്റെ മനസ്സിലെ കാര്യം അച്ഛൻ ആദ്യം പറയട്ടെ. ബാക്കി അഭിപ്രായമൊക്കെ അതിന് ശേഷമല്ലേ? അച്ഛൻ പറയച്ച. ഞാൻ പറഞ്ഞു തന്നെ, സന്ദീപിൻ്റെയും അനഘയുടെയും കാര്യം. ഒരു തവണ രണ്ടുപേരും ആഗ്രഹിച്ചിട്ട് അത് നടക്കാതെ പോയി. മാത്രമല്ല, എപ്പോഴായാലും അത് നടത്തണമെന്നാ എൻ്റെ മനസ്സിൽ. എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരകർമ്മം ഉണ്ടാവുമല്ലോ. വൈകുണ്ഠസ്വാമിയോട് ഞാൻ ചോദിക്കട്ടെ, തടസ്സങ്ങൾക്ക് എന്താ പരിഹാരമെന്ന്? എന്തു പറയുന്നു? അച്ഛന്റെ ആഗ്രഹം തന്നെ എനിക്കും. സന്ദീപിനും അനഘയ്ക്കും നല്ല ആഗ്രഹമുണ്ട് ഇത് നടക്കണമെന്ന്. നമുക്കെന്ത് തോന്നുന്നു കരുതി പറയാത്തതാ. അങ്ങനെ ഒരു തോന്നൽ എനിക്കില്ല എടുത്തി. അവർ രണ്ടുപേരും എല്ലാം മറന്നു മട്ടാ. സന്ദീപ് അതിനെക്കുറിച്ച് ആലോചിക്കുന്ന പോലും ഇല്ലെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ആര് പറഞ്ഞു? അനഘ ഇന്നലെയും കൂടെ എന്നോട് ഇത് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഇതിൽ എന്ത് അഭിപ്രായം പറഞ്ഞാലും തീരുമാനിച്ചാലും അവസാന തീരുമാനം സന്ദീപിന്റെ അനഘയുടെയാണ്. അനഘ ഇന്നലെയും കൂടി പറഞ്ഞതുകൊണ്ട് അനഘയോട് ചോദിക്കണമെന്നില്ല. സന്ദീപിനോടൊന്ന് ചോദിക്കണ്ടേ അച്ഛാ? എന്തിന്? ഇത് നമ്മൾ എല്ലാവരും കൂടെ തീരുമാനിച്ചുറപ്പിച്ച കാര്യല്ലേ? വിവാഹം വരെ എത്തിയതും. ഇനി എന്ത് ചോദിക്കാനാ? അവൻ ഇതിൽ സന്തോഷമേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ സന്ദീപിനോട് എന്ത് ചോദിക്കാൻ? സച്ചി അർച്ചനെ വിവാഹം കഴിച്ചത് സച്ചിയോട് ഞങ്ങൾ അനുവാദം ചോദിച്ചിട്ടാണോ? ഞാനും അച്ഛനും തീരുമാനിച്ചു, സച്ചി അത് അനുസരിച്ചു. അതുപോലെ ഉള്ളൂ ഇതും. എന്നാൽ ഇത് അങ്ങനെയല്ല. അല്ല, ഒരു തവണ മുടങ്ങിപ്പോയ വിവാഹം, അതിന് മുൻപും പിൻപും അവനോട് സമ്മതം ആരും ചോദിച്ചിട്ടില്ല എന്നുള്ളതാ സത്യം. ഇതിലിപ്പം അർച്ചനയ്ക്ക് എന്താ ഇത്ര വാശിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വാശിയല്ല എടുത്തി, അർച്ചന പറഞ്ഞാലും കാര്യമില്ലേ. എന്നെപ്പോലെ സന്ദീപ് ആവണമെന്നില്ലല്ലോ. ആവണം. ഈ നിൽക്കുന്ന അച്ഛന്റെ മക്കളായ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ആവണം. അല്ല, സച്ചി അർച്ചന ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? സന്ദീപിന് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്നാണോ? അതോ അനഘയല്ലാതെ മറ്റാരെങ്കിലും സന്ദീപ് സ്നേഹിക്കുന്നുണ്ടോ? എന്താ നിങ്ങൾ രണ്ടുപേരും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? എന്തായാലും പറയേ. അങ്ങനെ നമ്മളെയൊക്കെ ചതിച്ചും ഈ നിൽക്കുന്ന അച്ഛനെ വഞ്ചിച്ചും അവന് മറ്റു വല്ല ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ പറയേ. അച്ഛനെ ചതിച്ചോ അവൻ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനത് സഹിക്കാൻ പറ്റില്ലെന്ന് സന്ദീപിന് അറിയാം. അതുകൊണ്ട് അവൻ അങ്ങനൊന്നും ചെയ്യില്ല. ഒരിക്കലും അവനത് ചെയ്യില്ല. ഒരു അഭിപ്രായം ചോദിച്ചതിന് നിങ്ങൾ എന്തിനാ കാട് കയറി ഓരോന്ന് പറയുന്നത്? നാളെ സ്വാമിയോടൊന്ന് സംസാരിക്കട്ടെ. എന്താണോ പ്രശ്നപരിഹാരം അത് ചെയ്ത് നമുക്ക് നടത്താം. ഞാൻ സന്ദീപിനോട് സൗകര്യം പോലെ സംസാരിച്ചോളാം. ഇതുപോലുള്ള കാര്യങ്ങളിൽ അഭിപ്രായം എഴുന്നള്ളിക്കാൻ വരുമ്പോൾ ആലോചിച്ച് വേണം ഓരോന്ന് പറയാൻ.
സന്ദീപിനെ എതിർത്താലും ഞാനിത് വീണ്ടും എടുത്തിടും. നല്ല സ്നേഹത്തിലിരുന്ന നമ്മള് രണ്ടാളും ആദ്യം വഴക്കിട്ടതും പിണങ്ങിയതും ഇതേ വിഷയത്തിനാ. ആദ്യത്തെ സംഭവം ഇതായതുകൊണ്ട് എനിക്കും ചെറിയൊരു വാശി, സന്ദീപിനെ അനക്കയ്ക്ക് തന്നെ കൊടുക്കണമെന്ന്. അതെന്റെ കുറ്റമല്ല കേട്ടോ. എന്റെ അച്ഛനും അമ്മയും വലിയ വാശിക്കാരായിരുന്നു. അതിൽ കുറച്ച് എനിക്കും കിട്ടിയതാന്ന് കൂട്ടിയാൽ മതി. കുറെ നാളായില്ലേ ഈ ഒരു കാര്യത്തിൽ നമ്മൾ തമ്മിൽ കടിപിടി കൂടുന്നു. ഇട്ടിട്ട് പോവാൻ നോക്ക്, ചുമ്മാ ബോറടിപ്പിക്കാതെ. വർത്തമാനത്തിൽ നിങ്ങൾ വലിയ സാമർഥ്യക്കാരിയാണെന്ന് എനിക്കറിയാം. എന്റെ സാമർഥ്യം ഞാൻ കാണിക്കുന്നതേ വർത്തമാനത്തിലല്ല. ആദ്യം നമ്മൾ വഴക്കിട്ടതും പിന്നെ പിണങ്ങിയതും ഒരേ വിഷയത്തിലെന്നല്ല പറയേണ്ടത്. നിങ്ങൾ എത്ര തരം താഴ്ന്ന സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലായത് ഈ വിഷയത്തിലാണെന്ന് തിരുത്തി വേണം പറയാൻ. എന്റെ അച്ഛനും അമ്മയും വലിയ വാശിക്കാരൊന്നുമല്ല. എന്നാൽ അർച്ചന അങ്ങനെയല്ല, അല്പം വാശിക്കാരി തന്നെയാണ്. ആ വാശി തന്നെ ഞാൻ പറയാം. സന്ദീപിനെ ആതിരയ്ക്ക് തന്നെ ഞാൻ കൊടുക്കും. വിട്ടിട്ട് ഓടുന്നത് ആരാന്ന് ഞാൻ കാണിച്ചുതരാം. കാണാം, കാണണം. സച്ചേട്ടൻ കിടക്കുന്നില്ലേ? കിടന്നിട്ടെന്തിനാ? ഇപ്പൊ ഉള്ള സമാധാനം കൂടി പോയില്ലേ? ഇതെന്താണാവോ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോന്ന് ഇടുത്തി പോലെ വന്ന് വീഴുക. ഒന്ന് കഴിയുന്നതിന് മുമ്പ് മറ്റൊന്ന്. എന്നാണാവോ എല്ലാത്തിനും ഒരു പരിഹാരം കാണാൻ പറ്റുന്നത്, ഒരു തീർപ്പുണ്ടാക്കാൻ പറ്റുന്നത്? പറ്റും, നമുക്ക് പറ്റും. ആ തീർപ്പുണ്ടാക്കുന്നതോടെ ഇപ്പൊ ഉള്ളതിനേക്കാൾ വലിയ സമാധാനക്കേട് ഉണ്ടാവുകയും ചെയ്യും. അവന്തിയടുത്ത് വീണ്ടും സന്ദീപിന്റെ അനഘയുടെ വിവാഹം കൊണ്ടിറങ്ങി സ്വസ്ഥത നശിപ്പിക്കുക. ഏട്ടത്തിയല്ലല്ലോ, അച്ഛനല്ലേ നമ്മളെ വിളിച്ച് സംസാരിച്ചത്. ഓരോരുത്തർക്കും ഓരോ വാശിയാണ് ഈ വീട്ടില്. അച്ഛൻ പറയാൻ കാത്തിരിക്കുന്ന പോലെയാ അവന്തിയടുത്തയുടെ വർത്താനവും പെരുമാറ്റവും. സച്ചേട്ടൻ ഇപ്പൊ തോന്നുന്നുണ്ടോ സന്ദീപിനെ ആതിരയും വിവാഹം കഴിപ്പിച്ചത് തെറ്റായി പോയിന്ന്? ഇല്ല, അതൊരു നല്ല തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നേ. സഹിയേട്ടാ, ആ പേരും പറഞ്ഞ് താൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു തീർപ്പുണ്ടാക്കാമല്ലോ. സഹി ഏട്ടാ പറയാന്ന് പറഞ്ഞാ നമ്മളിപ്പോ ആ അവസ്ഥയിലാ സച്ചേട്ടാ. അച്ഛൻ എടുക്കുന്ന തീരുമാനത്തെ ഏട്ടത്തി പിന്താങ്ങുന്ന സാഹചര്യം നമുക്ക് നിവൃത്തിയേട് തന്നെയാ. ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇങ്ങനൊരു അഭിപ്രായം അച്ഛൻ ചോദിച്ച സ്ഥിതിക്ക് അവന്റെ അടുത്ത് ഇപ്പോഴേ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി കാണും. നമുക്കൊന്നും ചെയ്യാനാവാത്ത സാഹചര്യമായി മാറും. മുൻപൊക്കെ ആരുടെയോ ഭാഗ്യം കൊണ്ടാ ഇതിനൊക്കെ നമുക്ക് സാധിച്ചത്. എപ്പോഴും ഭാഗ്യം നമ്മളെ തുണയ്ക്കണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് തുറന്നു പറയാം അച്ഛനോട് എല്ലാ കാര്യങ്ങളും. എന്തിനാ ഇത്രയും വെച്ച് താമസിപ്പിക്കുന്നേ? എല്ലാം തീരുമാനിച്ച് വിവാഹത്തിനോ വിവാഹ തലേന്നോ നമ്മൾ പോയി ഇതെല്ലാം അച്ഛനോട് പറഞ്ഞാ അച്ഛൻ അംഗീകരിക്കുന്ന സച്ചേട്ടന് തോന്നുന്നുണ്ടോ? രണ്ടാമതും സന്ദീപുമായുള്ള വിവാഹം സ്വപ്നം കണ്ട് ജീവിച്ച അനഘയുടെ അവസ്ഥ അവന്റെ അടുത്ത് കണ്ടില്ലാന്നടിക്കോ? ഇനി ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും നമ്മൾ അനഘയോട് ചെയ്യുന്ന വലിയൊരു പാപമല്ലേ സച്ചേട്ടാ? അവളും ആതിരെ പോലെ തന്നെ സന്ദീപിനെ സ്നേഹിച്ചതല്ലേ? അതുകൊണ്ട് ഇലയ്ക്കും ഉള്ളിനും കേടുവരാത്ത രീതിയിൽ നമുക്ക് തീർപ്പ് കൽപ്പിച്ചൂടെ? താൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ അച്ഛനോടെല്ലാം പറയണമെന്നാണോ? അതെ. ഇനി സന്ദീപിന്റെ അനഘയുടെ വിവാഹത്തെപ്പറ്റി ഈ വീട്ടിലൊരു സംസാരമോ ആലോചനയോ ഉണ്ടാവരുത്. അതുവഴി നമുക്കും സമാധാനക്കേടുണ്ടാവരുത്. ഇതിപ്പോ തന്നെ എത്രാമത്തെ തവണയാ ഈ വിഷയം പറഞ്ഞ് ഈ മുറിയിൽ തന്നെ നമ്മളിങ്ങനെ ടെൻഷനോടെ നിൽക്കുന്നത്? ഇനിയിപ്പോ എപ്പോഴായാലും ഇതിനൊരു അവസരം കണ്ടല്ലേ പറ്റൂ. അതിപ്പോഴാവുന്നതാ എന്തുകൊണ്ടും നല്ലത്.
സച്ചേട്ടനൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞല്ലേ ശരിയെന്ന്. അതിൽ ആലോചിക്കാനൊന്നുമില്ല. താൻ പറഞ്ഞത് തന്നെ ശരി. നാളെ അച്ഛനോട് സംസാരിക്കണം. സന്ദീപിനെ കൊണ്ട് തന്നെ സംസാരിപ്പിക്കാൻ. നമുക്കും പറയാം. നമ്മൾ പറയേണ്ടതുപോലെ പറഞ്ഞാൽ അച്ഛന് മനസ്സിലാവാൻ കാര്യങ്ങൾ. തീരുമാനം മാറ്റുകയും ചെയ്യും. ഇനി നമ്മൾ കരുതുന്ന പോലെ സമാധാനത്തോടെയുള്ള ഒരു അവസാനമല്ല ഇതെങ്കിൽ വലിയ പിണക്കങ്ങൾക്കുള്ള വഴിവെട്ടലാവും അത്. തൽക്കാലം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. എല്ലാം നല്ലപോലെ അവസാനിക്കുമായിരിക്കും. സന്ദീപേ, നീ എന്താ ഇവിടെ? ഞാൻ സന്ദീപിനോടൊന്ന് സംസാരിക്കാന്ന് കരുതി വന്നതാ. അപ്പൊ സന്ദീപ് ഇവിടെ ഇല്ല. എന്ത് സംസാരിക്കാൻ? അതിലിപ്പോ ആലോചിക്കാനൊന്നുമില്ലല്ലോ. സ്ഥിരം പല്ലവിയല്ലേ. ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, നീ എന്നെ മനസ്സിലാക്കണം, നീയും എന്നെ തിരിച്ച് സ്നേഹിക്കണം, വിവാഹം കഴിക്കണം, ഇതൊക്കെ തന്നെയല്ലേ പറയാനുള്ളത്. ഒരു പരിധിക്കപ്പുറം സ്നേഹിക്കുന്നു എന്ന് കേട്ടാൽ അത് വെറുപ്പ് കൂട്ടുകയേ ഉള്ളൂ എന്ന് എന്റെ അനിയത്തിക്ക് ഇതുവരെ മനസ്സിലായില്ല. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാനല്ലേ പറ്റൂ. നീ എത്രയെന്ന് പറഞ്ഞ അവനോട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ. സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്നതിനേക്കാൾ വലിയ മണ്ടത്തരം വേറെയില്ല. എടി, സന്ദീപിന് ആതിരയോട് വലിയ ഇഷ്ടമാണ്. ഒരുമിച്ച് ജീവിക്കണമെന്ന് അവർക്ക് രണ്ടുപേർക്കും ആഗ്രഹമുണ്ട്. അതിന്റെ ഇടയിലേക്കാ നിന്റെ പരിശുദ്ധ പ്രേമോന്ന് പറഞ്ഞ് കണ്ണീര് ഒലിപ്പിച്ച് മൂക്കും പിഴിഞ്ഞ് അവന്റെ സമ്മതത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. പിന്നെ പിന്നെ ഞാൻ എന്ത് വേണമെന്ന് ചേച്ചി പറയുന്നേ? ഇടിച്ചു കയറണം. അതെ, കാത്തിരുന്ന് കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇടിച്ചു തന്നെ കയറണം. എന്നിട്ട് സന്ദീപിന്റെ മനസ്സിൽ നിന്ന് ആതിരെ ചവിട്ടി വെളി കളയണം. നിന്റെ മുഖത്തെ പുച്ഛഭാവം എനിക്ക് മനസ്സിലായി. സ്വാഭാവികമായി നിനക്ക് തോന്നും അതൊന്നും നടക്കില്ലാന്ന്. നടക്കാത്ത കാര്യം നടത്തിയെടുക്കലാണ് ഒരാളുടെ മിടുക്ക്. എന്തെല്ലാം വഴി നീ നോക്കി. അതെല്ലാം അമ്പേ പരാജയപ്പെട്ട സ്ഥിതിക്ക് ചെറിയ ചെറിയ കളികളിൽ കൂടെയൊന്നും നിന്റെ സ്വപ്നം പൂവണിയാൻ പോകുന്നില്ലെന്ന് എന്നേക്കാ ബോധ്യം നിനക്കുണ്ടല്ലോ. എനിക്ക് ബോധ്യം ഉണ്ടായിട്ട് എന്ത് കാര്യം? എനിക്ക് സന്ദീപിനെ അത്രമാത്രം ഇഷ്ടമാണെന്ന് ഇവിടെ ബാക്കിയുള്ളവർ കൂടി തോന്നാത്തടത്തോളം കാലം എന്റെ സന്ദീപിന്റെ വിവാഹം ഒന്നും നടക്കാൻ പോകുന്നില്ല. ചിലർക്കൊരു കാര്യം എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, ഇവിടെ ഉള്ളവർക്ക് പ്രത്യേകിച്ചും. നീ ഈ വീട്ടുമുറ്റത്തിറങ്ങി എനിക്ക് സന്ദീപിനെ ഇഷ്ടമാണെന്ന് ഉറക്കെ നെഞ്ചു പൊട്ടി വിളിച്ചു പറഞ്ഞാലും അത് കേൾക്കുമ്പോഴുള്ള റിയാക്ഷനേ ഉണ്ടാവും. അത് കഴിഞ്ഞ് എല്ലാവരും മറക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ചെയ്യണം. ഇന്നലെ സേതുമാധവൻ വിളിച്ച് നിന്റെ സന്ദീപിന്റെ കാര്യം പറഞ്ഞപ്പോ അർച്ചനയും സച്ചിയും ഈ വിവാഹത്തെ എതിർത്താ സംസാരിച്ചത്. പിന്നെ അർച്ചനയുടെ സ്ഥിരം വെല്ലുവിളി ഇത് നടക്കില്ലാന്ന്. അവളുടെ ആ ആത്മവിശ്വാസത്തിലെ ആദ്യത്തെ ആണിയാണ് ഇനി അടിക്കേണ്ടത്. സന്ദീപും ആതിരയും ഒരിക്കലും പിരിയില്ല എന്നുള്ള അർച്ചനയുടെ ആത്മവിശ്വാസം തകർക്കണം. ആതിര സന്ദീപിന്റെ കൈയും പിടിച്ച് ഇവിടെ കയറി വന്നാലുള്ള അവസ്ഥ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറം. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചേച്ചി. എന്ത് വന്നാലും അതിന് ഞാൻ സമ്മതിക്കില്ല. കുറെ നാളായിട്ടുള്ള എൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ? ഒരിക്കലും നിനക്ക് സന്ദീപിനെ കിട്ടില്ല എന്ന് ബോധ്യം വന്നാ സന്ദീപ് ആതിരെ വിവാഹം കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്ന് വെക്ക്, നീ എന്ത് ചെയ്യും? അങ്ങനെ ഒരു സാഹചര്യം വന്നാ അവനെ അവളെ ഞാൻ കൊല്ലും. എന്നിട്ട് ഞാനും മരിക്കും. എന്റെ സന്ദീപിനെ തട്ടിയെടുക്കാൻ ആര് ശ്രമിച്ചാലും മരണത്തിൽ കുറഞ്ഞൊരു ശിക്ഷ അവർക്കില്ല. എന്നെ വേണ്ടാത്തൊരാളെ സ്നേഹിച്ചതിനും കാത്തിരുന്നതിനും എനിക്കുള്ള ശിക്ഷയായി ഞാൻ സ്വയം ഇല്ലാതാവാ. കൊല്ലും. ആതിരെ ഞാൻ കൊല്ലും ചേച്ചി, അതുറപ്പാ. സന്ദീപിന് വേണ്ടി മരിക്കാനും നീ റെഡിയാണെന്നല്ലേ പറഞ്ഞു? അത് പക്ഷേ നമ്മുടെ സംസാരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടൊന്നല്ല, മറ്റുള്ളവരെ കൂടെ ബോധ്യപ്പെടുത്തണം. എന്നുവെച്ചാ? ഞാൻ മുൻപ് പറഞ്ഞില്ലേ, ആർക്കും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന്. സന്ദീപിനെ വിവാഹം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അനഘ ജീവനോടെ ഇരിക്കില്ല എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണം.
പ്രത്യേകിച്ചും സേതുമാധവന്. ആ. നീ ആലോചിക്ക, എല്ലാവരെയും ഞെട്ടിക്കാൻ പറ്റുന്ന ഒരു ഇൻസിഡന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ആലോചിക്ക. നീ ഇനി ആലോചിച്ച് എന്നിട്ട് ഒരു കാര്യമില്ല. ഇതിപ്പം നിന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് നീ പറഞ്ഞിട്ടും ഗുണമില്ലാതാവുകയുള്ളൂ. അതെ ഏട്ടാ, ഏടത്തി പറഞ്ഞത് തന്നെയാ ശരി. ഏട്ടന് ആദരം ഇഷ്ടമാണെന്ന് പറയാൻ എന്താ എത്ര പേടിക്കാൻ? പേടിയല്ല, ഇത്രയും നാള് മറച്ചു വെച്ചുവെന്ന് അച്ഛൻ അറിയുമ്പോഴുള്ള പ്രതികരണത്തെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്നാ ഒരിക്കലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ ഒറ്റയ്ക്കല്ലല്ലോ, ഞങ്ങൾ എല്ലാവരും നിന്നോടൊപ്പം ഇല്ലേ? എന്ത് പ്രശ്നം വന്നാലും നമുക്ക് പരിഹരിക്കാവുന്നല്ലേ ഉള്ളൂ. ഈ കാര്യം അച്ഛനോട് പറയുമ്പോ നമ്മൾ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നത്. സ്നേഹിക്കുന്ന പെൺകുട്ടി ആദരായതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ അവന്തികേട്ടത്തിയാ ഓരോന്നും ഉണ്ടായിക്കൊണ്ട് വരുന്നത്. എത്ര പറഞ്ഞാലും മനസ്സിലാവുകയില്ല. അതിപ്പോ ഓരോരുത്തരുടെ വാശിയല്ലടാ. നമ്മളിത് അച്ഛനെ അറിയിക്കുന്ന വരെയുള്ള ആയുസേ ആ വാശിക്കുള്ളൂ. ആരുടെയൊക്കെ വാശിയായിരുന്നാലും ഇത് സന്ദീപേട്ടന്റെ ലൈഫാ. അത് സ്പോയിൽ ചെയ്യരുത്. ഒരുപാട് ആലോചിച്ച് നിന്നാ എല്ലാം കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകും. എല്ലാം തീരുമാനിച്ചതിന് ശേഷം അച്ഛനോട് പറയാൻ നിന്നാ അച്ഛന് ദേഷ്യം വരും. നീ പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. പിന്നീടായ അത് പറ്റിയെന്ന് വരില്ല. പറയാട്ടത്തി, ഇപ്പൊ തന്നെ പറയാം. എല്ലാത്തിനും വേഗം പരിഹാരം കാണുമെന്ന് ആദരിക്ക് ഞാൻ വാക്ക് കൊടുത്തതാ. എടുത്തി വാ. നിക്ക, ആദ്യം ഞാൻ അച്ഛനെ എവിടാന്ന് നോക്കട്ടെ. ഇനി അവന്തി കെടുത്തിയോ അനഘയോ വല്ലതോ ഒപ്പം ഉണ്ടെങ്കിലോ? ആ, നീ പോയി നോക്ക്. ഞങ്ങൾ പുറകെ വന്നേക്കാം. ആ ശരി. സന്ദീപേ, നീയും അതിരെ സ്നേഹത്തിലാണെന്ന് അച്ഛനോട് ഇപ്പൊ പറയാവൂ. രഹസ്യമായിട്ട് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാ ചിലപ്പോ അച്ഛൻ പ്രതികരിക്കുന്നത് മറ്റൊരു രീതിയിലാവും. നമ്മള് അച്ഛനെ പറ്റിച്ചെന്ന് തോന്നിയെന്ന് വരും. നമ്മുടെ നിവർത്തിയുടെ സന്ദർഭവും അച്ഛന് പറഞ്ഞാൽ മനസ്സിലായില്ലെന്നും വരും. അതുകൊണ്ട് വിവാഹം കഴിഞ്ഞെന്ന് നമുക്ക് സാവധാനം പറയാം. സ്നേഹം നിന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറയാതിരുന്നു. അവിടെയുണ്ട്. പറയട്ടെ. സന്ദീപ്, നീ എന്താ ഇങ്ങനെ നിൽക്കുന്ന? വാ, ചെല്ല്. ഇപ്പൊ തന്നെ പറയണം, പിന്നെ പറഞ്ഞാൽ പോലെ. ചെല്ല്. ചെല്ലടാ. പറ. ഇതെന്താ, കുട്ടിപ്പട്ടാളം മുഴുവനുണ്ടല്ലോ. അപ്പൊ എന്നെ കൊണ്ട് എന്തോ സാധിച്ചെടുക്കാനുണ്ടെന്നർത്ഥം. പറഞ്ഞാട്ടെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അതച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ, അതല്ലേ പറയാൻ പറഞ്ഞത്. ഇതെന്താ, എന്നോടെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ.
സന്ദീപേ, നീ ഉള്ള കാര്യം ഉള്ളതുപോലെ അച്ഛനോട് പറയേ. ഇവൻ എന്നോടൊരു കാര്യം പറയാൻ അർച്ചന മോളുടെ ശുപാർശ എന്തിനാ? എന്താടാ നീ പറയേ. അച്ഛാ അത് അയ്യോ എന്റെ മോളെ, എനിക്ക് അനഘേ, അനഘേ, സന്ദീപേ, അനഘേ, എന്റെ മോളെ.